പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്ക് എഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷേ 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും, 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. എനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു, അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴും കർത്താവ് എനിക്ക് തന്നതാണ്. ഇതുകൂടി പറയാൻ പറഞ്ഞു, ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ കാരണം നിസ്സാരമാണ്. ഇപ്പം ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കട്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ വിളിച്ചു പോകില്ല. എൻ്റെ മക്കൾക്ക് വിളിച്ച് പോകണം വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്, സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ ആൾത്താറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ല, ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ചെല്ലാം ആണ്. അവിടുന്ന് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി. രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി? ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും, സ്വർഗത്തിൻ്റെ കണ്ടന. എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ, ആരാധന ആരാധന ആത്മനാഥൻ യേശുവേ. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ട് ആവുന്നതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, തിന്മയെ പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്.
അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത, നീ സമീപനം പാലിച്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധനേശുവേ, ആരാധന, ആരാധന, സ്നേഹരാജൻ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്നത്, അതായത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു സമയമില്ലേ, നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത് നമുക്ക് ആയുസ് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ കിടക്കുന്ന മണിക്കൂറുകൾ. അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ടു പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡ് ആയി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ, ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സാത്താനെയാണ് പുറന്തള്ളുന്നത്. സാത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18 ശ്രുതികട ഹല്ലേലൂയ. ലുക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം. ലൂക്കാ 10:17-18 തിരുവചനങ്ങൾ. 10:17-18 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകൾ നമുക്ക് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകൾ, തിന്മയുടെ ചെയ്തികൾ ചെയ്യാതെ പറയാതെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിപതിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോട് പറഞ്ഞു ഓർക്കണ്ടോ? ഈശോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോഴ്സ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്ക 4:6. എന്താണ് സാത്താൻ ഈശോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്.
ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പോൾ അതിന് ഈശോ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. പീഡിയ സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താണ്? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ തള്ളി കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31 സാത്താൻ പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റേതു മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. 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 പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, അച്ഛൻ അപ്പോഴേ ഓരോ രോഗങ്ങളെയും, ഓരോ വ്യാധികളെയും, ഓരോ ആധികളെയും, നിങ്ങളെ ബലാത്കാരമായി പിടിമുറുക്കിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പിന്തള്ളുമ്പോൾ, പുറന്തള്ളുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നാക്കണം. എന്താണ്? കർത്താവേ, അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അച്ഛൻ എപ്പോഴാണ് പ്രാർത്ഥന നിർത്തുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ആവർത്തിച്ച് പറഞ്ഞു. കർത്താവേ, അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, അവരുടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെയും മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മയെ പരിശുദ്ധമ ജയമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗം തുറക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എന്നെല്ലാം കേൾക്കുന്നുവോ, എവിടെയെല്ലാം വെച്ച് കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അപ്പാ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, തലയിലെ സിസ്തി രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ അപ്പാ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയെല്ലാം സിസ്റ്റുകളുണ്ടോ, എവിടെയെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം കട്ടപിടിച്ചിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം നീരായി മാറുന്നുവോ, അവിടെയെല്ലാം അപ്പാ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ്, ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അപ്പാ, ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. വേദനയും എന്ത് നീറുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം നടക്കാത്തവര്, മക്കൾ ഇല്ലാത്തവര്, അവരുടെ വേദനകളെ ഇപ്പോഴേറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക കടങ്ങള്, ജപ്തി നടപടികള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വിശ്വാസമില്ലാത്തവര്, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, കിടക്കാൻ ഇടമില്ലാത്തവര്, അപമാന ഭാരത്തിൽ നിറഞ്ഞ് തലകുനിച്ച് നടക്കുന്നവര്, കേസിലായിപ്പെട്ടുള്ളവര്, ജയിലാകപ്പെട്ടവര്, പലതരത്തിലുള്ള വേദനകളിലും വിപത്തുകളിലും ശാരീരികമായ മാനസികമായ അകൽച്ചകളിൽ ജീവിക്കുന്നവര്, വിവാഹമോചനത്തിരിക്കുന്നവര് എല്ലാവരും അപ്പാ ശ്രദ്ധിക്കണമേ, എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികള് അപ്പാ, പലതരത്തിലുള്ള ദുശീലങ്ങള്, തിന്മയുടെ ശക്തികള്
എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, യാത്രയിലിരിക്കുന്നവര്, പരീക്ഷക്കാര്, പരീക്ഷ എഴുതിയവര്, എഴുതാൻ പോകുന്നവര്, പഠിക്കാൻ പോകുന്നവര്, എല്ലാവരുടെയും കുറവുകള് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടിയുടെ എല്ലാ എടുത്തിട്ടുള്ള എല്ലാ മക്കളുടെയും മേലെ കർത്താവേ, അവരുടെ കഴിവ് കൊണ്ടല്ല അങ്ങനെ കൃപയാൽ അവർ ഏറ്റെടുക്കണമേ. മക്കള്, കുഞ്ഞുങ്ങള്, സംസാരിക്കാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാത്തവര്, കിടപ്പ് രോഗികള്, വിശപ്പ് രോഗികള്, ആക്ടിവിസമുള്ള രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികള്, ഓട്ടിസം രോഗികള്, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഉദര രോഗികള്, ഗർഭാശയ രോഗികള്, ഗർഭം ധരിക്കാത്തവര്, അപകർഷമായി പോകുന്നവര്, അപ്പാ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരെയും ഏറ്റെടുക്കണമേ, എല്ലാവരും ഏറ്റെടുക്കണമേ. കടങ്ങള്, കടങ്കോളങ്ങള്, അടങ്ങിടക്കുന്നവര്, വരുമാന മാർഗമില്ലാത്തവര്, തൊഴിൽ ചെയ്യാൻ വരുമാന മാർഗമില്ലാത്തവര്, പലതരത്തിലുള്ള ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവര്, തടയപ്പെട്ടിരിക്കുന്നവര്, എല്ലാവരുടെ മേലും നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങള് ഉടമ്പടി എടുത്ത് പോയവര്, ഉടമ്പടി ചെയ്തോണ്ടിരിക്കുന്നവര്, ഇവിടെ പുതുക്കിയവര്, ഇവിടേക്ക് വരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ എല്ലാം അപ്പ ദൈവത്തിന്റെ ശത്രുക്കട്ടെ, ശ്രുതികട്ടെ. Touch with the fire finger, soft with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless suffering, the grace and peace and power and healing in the name of Jesus Christ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. മുട്ടാൻ നിൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സമാപന ആശീർവാദം. കൃപാസനത്തില് നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ അതുവഴി ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കൃപാസനത്തിൽ നടന്ന ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.